പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ കഷ്ടത നിങ്ങൾ സഹിക്കുവാൻ മനസ്സ് വയ്ക്കണം. വാഗ്ദത്തം പ്രാപിച്ചവരുടെ ജീവിതം പരിശോധിച്ചാൽ അവരെല്ലാവരും സഹനത്തിലൂടെയാണ് വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കണ്ടത്. യോസേഫിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ട വഴി ഏതെന്ന് നാം പരിശോധിച്ചാൽ അത് സഹനത്തിൻ്റെ വഴിയാണ്. കഷ്ടതയുടെ നടുവിൽ പെറുപെറുക്കാതെ, ആരെയും പഴിക്കാതെ അവൻ ആ കഷ്ടത സഹിക്കുവാനാണ് മനസ്സ് വെച്ചത്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഇവിടെ കഷ്ടത ഇല്ലാത്തത്? എല്ലാവർക്കുമുണ്ട് കഷ്ടത. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ അറിയണം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പരീക്ഷ സഹിക്കുന്നവരാകണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, സഹനമാണ് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള ചവിട്ടുപടി. ഇന്ന് നിങ്ങൾ സഹിക്കണം, നാളെയും സഹിക്കണം. അങ്ങനെ നിങ്ങൾ വാഗ്ദത്തം നിവർത്തി കാണും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ സഹനമാണ് നിന്നെ സിദ്ധനാക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. സഹനം നിന്നെ സിദ്ധനാക്കും. പെട്ടെന്ന് പ്രതികരിക്കുന്ന, പിറുപിറുക്കുന്ന സ്വഭാവങ്ങൾ ജഡികമാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? അന്യായം സഹിക്കുന്ന കർത്താവ്, ക്രൂശിനെ സഹിക്കുന്ന കർത്താവ്, വിരോധം സഹിക്കുന്ന കർത്താവ്. യേശുവിലേക്ക് നോക്കിയാൽ നാം കാണുന്നത് മുഴുവനും സഹനമാണ്. ഒടുവിൽ അവനെ കൊന്നുകളഞ്ഞു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സഹനത്തിനു വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത യേശു മരണം കൊണ്ട് അവസാനിച്ചില്ല. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവം ഒരു മാന്യത വെച്ചിട്ടുണ്ട്, ഒരു ഉയർപ്പ് വെച്ചിട്ടുണ്ട്, ജീവകിരീടം വെച്ചിട്ടുണ്ട്. ആ നന്മയിലേക്കുള്ള വഴി സഹനമാണ്, സഹനത്തിൻ്റെ വഴി. നിങ്ങൾ ആരോടും പരാതി പറയരുത്, പെറുപെറുക്കരുത്, ആരെയും പഴിക്കരുത്. കഷ്ടതയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങൾക്ക് ജീവകിരീടം നൽകാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.